ഡൊണാൾഡ് ട്രംപ് വീണ്ടും ആക്രമണ ഭീഷണിയുടെ നിഴലിലാണ്. കാലിഫോർണിയയിലെ ട്രംപ് നാഷണൽ ഗോൾഫ് ക്ലബ് സംശയാസ്പദമായിട്ട് സെക്യൂരിറ്റി നിരീക്ഷിച്ച ഒരാൾ വാഹനത്തിൽ നിന്ന് തോക്ക്, പിന്നീട് വീട്ടിൽ നിന്ന് കൂടുതൽ ആയുധങ്ങൾ. ഇത് മറ്റൊരു അസാസിനേഷൻ പ്ലോട്ട് ആയിരുന്നോ അതോ സമയത്ത് തടഞ്ഞൊരു സെക്യൂരിറ്റി ഇൻസിഡന്റ് മാത്രമായിരുന്നോ? എന്താണ് സത്യാവസ്ഥ? ആദ്യം എന്താണ് കാലിഫോർണിയയിൽ സംഭവിച്ചത് എന്ന് നോക്കാം. ലോസ് ഏഞ്ചൽസിന് സമീപമുള്ള റാൻചോ പാലോസ് വെർഡേസ് ട്രംപ് നാഷണൽ ഗോൾഫ് ക്ലബിലാണ് ഈ സംഭവം നടന്നത്. റിപ്പബ്ലിക്കൻ നാഷണൽ കമ്മിറ്റിയുടെ ഫണ്ട് റേസിംഗ് അത്താഴ വിരുന്നിൽ പങ്കെടുക്കാൻ ട്രംപ് അവിടേക്ക് എത്താനിരിക്കുകയായിരുന്നു. എന്നാൽ ചടങ്ങുകൾക്ക് 2 ദിവസം മുൻപ് അവിടെ എത്തിയ ജെനീൻ ജോൺ താലെ എന്ന 38-കാരനായ വ്യക്തിയുടെ പെരുമാറ്റത്തിൽ അവിടെ ഉണ്ടായിരുന്ന രഹസ്യാന്വേഷണ ഏജൻസിന് സംശയം തോന്നി. ഇയാൾ ഗോൾഫ് കോഴ്സിലുടനീളം നടന്ന സെക്യൂരിറ്റി പ്ലാനുകളുടെയും ക്യാമറകളുടെയും ചിത്രങ്ങളും വീഡിയോസും പകർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഉടൻ തന്നെ കൗണ്ടി ഷെരീഫ് എത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്തു. ഇയാളുടെ പോക്കറ്റിൽ നിന്ന് 16 റൗണ്ട് മാരകമായ ബുള്ളറ്റുകൾ, മാഗസിൻ, കാറിൽ നിന്ന് ലോഡ് ചെയ്ത പിസ്റ്റൾസും കണ്ടെടുത്തു. തുടർന്ന് തിങ്കളാഴ്ച FBI ജോയിന്റ് ടെററിസം ടാസ്ക് ഫോഴ്സ് ഇയാളുടെ ഡൌണിയിലെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ അനധികൃതമായിട്ട് മാറ്റം വരുത്തിയ AR റൈഫിൾ, ബോഡി ആർമർ, റേഡിയോ സിഗ്നൽ ഉപകരണങ്ങൾ, ട്രംപിനെതിരെയുള്ള പരാമർശങ്ങൾ അടങ്ങിയ ഡയറി കുറിപ്പുകൾ എന്നിവയും പിടിച്ചെടുത്തു. ഈ സംഭവത്തെ ഇത്രയും ഗൗരവമായി ലോകമാധ്യമങ്ങൾ കാണാൻ പ്രധാന കാരണം ഡൊണാൾഡ് ട്രംപിന് നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന വധശ്രമങ്ങളും ആക്രമണ നീക്കങ്ങളുമാണ്. കഴിഞ്ഞ 2 വർഷത്തിനിടെ നടന്ന പ്രധാന സംഭവങ്ങൾ നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. ഒന്നാമത്തെ ഇൻസിഡന്റ് പെൻസിൽവാനിയ റാലിയാണ്. 2024 ജൂലൈയിലാണ് തോമസ് മാത്യു ക്ലൂക്സ് എന്ന ഒരു 20-കാരൻ കെട്ടിടത്തിന് മുകളിൽ നിന്ന് നടത്തിയ വെടിവയ്പിൽ ട്രംപിന്റെ വലത് ചെവിക്ക് പരിക്കേറ്റതും ഒരാൾ കൊല്ലപ്പെട്ടതും നമ്മൾ കണ്ടതാണ്. രണ്ടാമത് ഫ്ലോറിഡ ഗോൾഫ് ക്ലബിലാണ്. സെപ്റ്റംബർ 2024 സംഭവം. റയാൻ വീസ്ലി എന്നയാൾ ട്രംപ് ഗോൾഫ് കളിക്കുന്നതിനിടെ റൈഫിളുമായിട്ട് കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്ന് ആക്രമിക്കാൻ ശ്രമിച്ചു. ഇയാളെ അടുത്തിടെ കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിട്ടുണ്ട്. ഇനി വൈറ്റ് ഹൗസ് കറസ്പോണ്ടൻസ് അത്താഴ വിരുന്ന് ഏപ്രിൽ 2026 സംഭവമാണ്. കോൾ തോമസ് എലൻ എന്നയാൾ ട്രംപ് പങ്കെടുത്ത വിരുന്നിലേക്ക് സുരക്ഷാ വലയം ഭേദിച്ച് ഇരച്ചു കയറാൻ ശ്രമിക്കുകയും വധശ്രമത്തിന് കേസ് നേരിടുകയും ചെയ്യുകയാണ്. ഈ പരമ്പരയിലെ ഏറ്റവും പുതിയ കണ്ണിയാണ് ഇപ്പോൾ കാലിഫോർണിയ ഗോൾഫ് ക്ലബിൽ വെച്ച് പിടിയിലായ ജെനീൻ ജോൺ താലെ. നിലവിൽ ഈ സംഭവത്തിൽ ജെനീൻ ജോൺ താലെക്കെതിരെ മാരകായുധങ്ങൾ കൈവശം വെച്ചതിനും റോബറി കേസിലും കോടതി കുറ്റം ചുമത്തിയിട്ടുണ്ട്. തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാക്കിയ ഇയാൾ താൻ കുറ്റക്കാരനല്ല എന്ന് വാദിച്ചു. കോടതി ഇയാൾക്ക് $250,000 ജാമ്യം തുക നിശ്ചയിക്കുകയും ട്രംപിന്റെ ഗോൾഫ് ക്ലബിൽ പ്രവേശിക്കുന്നത് വിലക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ പൊതുജനങ്ങൾക്കോ പ്രദേശവാസികൾക്കോ ഉടനടി ഭീഷണിയില്ല എന്ന് ലോസ് ഏഞ്ചലസ് ഷെരീഫ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിട്ടുണ്ടെങ്കിലും ട്രംപിനെ ലക്ഷ്യമിട്ടാണോ ഇയാൾ സുരക്ഷാ പ്ലാനുകൾ ചോർത്തിയത് എന്നതിൽ FBI-യും സീക്രട്ട് സർവീസും വിശദമായ അന്വേഷണം നടത്തുകയാണ്. US പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന വ്യക്തിക്ക് നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന ഇത്തരം സുരക്ഷാ വീഴ്ചകളും ആക്രമണ നീക്കങ്ങളും അമേരിക്കൻ രാഷ്ട്രീയത്തിലെ കടുത്ത ധ്രുവീകരണത്തെയും അക്രമവാസനയുമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.